നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പിണറായി വിജയൻ വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. പിണറായി വിജയൻ വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് 14th and 15th നിയമസഭ ഓഫ് കേരള. കേരള നിയമസഭയിൽ 14ാമത്തെയും 15ാമത്തെയും നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ വാസ് ചീഫ് മിനിസ്റ്റർ ഓഫ് 14th and 15th ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ 23ാമത്തെ മുഖ്യമന്ത്രി 23rd ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻസർ പിണറായി വിജയൻ. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തി ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ 12th ചീഫ് മിനിസ്റ്റർ പേഴ്സൺ ഓഫ് കേരള. ആൻസർ പിണറായി വിജയൻ. അതുപോലെ പറയുകയാണെങ്കിൽ 2018 ഡിസംബർ മാസം 9ാം തീയതി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വാസ് ഇനാഗുറേറ്റഡ് ബൈ പിണറായി വിജയൻ ഓൺ 2018 ഡിസംബർ 9. അതുപോലെ പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണേത്? കേരള നവോത്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ. ആരുടെ ബുക്കാണ്? പിണറായി വിജയൻ്റെ ബുക്കാണ്. ബുക്ക് ഓഫ് പിണറായി വിജയൻ. ആൻസർ കേരള നവോത്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ. അതുപോലെ ഒരുപാട് പദ്ധതികളൊക്കെ അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. കിഫ്ബി പ്രോജക്റ്റ്, അതുപോലെ ഒരുപാട് പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പാലങ്ങളൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ ഇനാഗുറേറ്റഡ് നമ്പർ ഓഫ് ബ്രിഡ്ജസ് ഓഫ് കേരള. അതുപോലെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രോജക്റ്റുകൾ, പിണറായി വിജയൻ ഇനാഗുറേറ്റഡ് നമ്പർ ഓഫ് പ്രോജക്ട്സ് ഓഫ് കേരള. അതുപോലെ പിണറായി വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, പ്രസന്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻസർ പിണറായി വിജയൻ. അതുപോലെ ഇപ്പോൾ നടക്കുന്ന എത്രാമത്തെ നിയമസഭയാണ്? 16ാമത്തെ നിയമസഭയാണ്. 16ാമത്തെ നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്? പിണറായി വിജയനാണ്. ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് 16th കേരള നിയമസഭ. ആൻസർ പിണറായി വിജയൻ. അതുപോലെ പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലം ഏതാണ്? മണ്ഡലം ധർമ്മടം, കണ്ണൂരിലെ ധർമ്മടം മണ്ഡലമാണ്. അതുപോലെ രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2ാമത്തെ കേരള മുഖ്യമന്ത്രി, സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഹിസ് ഓത്ത് വാസ് കണ്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ രാജ്ഭവൻ.